വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ലൈറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ എഴുതിയിട്ടുള്ള മൈ കൺട്രി ഇൻ ദൈ ഡേ ഓഫ് ഗ്ലോറി പാസ്റ്റ് എന്ന പോയാണ്. മൈ കൺട്രി ഇൻ ദൈ ഡേ ഓഫ് ഗ്ലോറി പാസ്റ്റ്, എ ബ്യൂട്ടിയസ് ഹാലോ സർക്കിൾ റൗണ്ട് ദൈ ബ്രോ. ഇവിടെ പോയിട്ട് പറയുന്നത് ഇന്ത്യയുടെ ഗ്ലോറിയസ് ടൈമിനെയാണ്. ഇന്ത്യ ആരുടെയും അണ്ടറിലല്ലാതെ ഫ്രീഡത്തിൽ കഴിഞ്ഞിരുന്ന ആ കാലം. ഇന്ത്യയുടെ ഹെഡിലായിട്ടൊരു ഹാലോ ഉണ്ട്. അത് സിംബലൈസ് ചെയ്യുന്നത് ഡിവിനിറ്റി, റെസ്പെക്റ്റ് ആൻഡ് പ്രൈഡിനെയൊക്കെയാണ്. ആൻഡ് വേർഷിപ്ഡ് ആസ് എ ഡെയിറ്റി ദൗ വാസ്റ്റ്. പീപ്പിൾ ഇന്ത്യയെ വേർഷിപ്പ് ചെയ്യുന്നുണ്ട്, ഒരു ഗോഡസായി കണ്ടുകൊണ്ട് തന്നെ വേർഷിപ്പ് ചെയ്യുന്നുണ്ട്. നാഷണൽ ട്രീറ്റ് ചെയ്യുന്നത് ഹോണറോട് കൂടി, റെസ്പെക്റ്റോടൊക്കെ കൂടിയിട്ടാണ്. സോ ഫസ്റ്റ് 3 ലൈൻസിൽ പറയുന്നത് എങ്ങനെയായിരുന്നു ഇന്ത്യയെ ആളുകൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കണ്ടിരുന്നത് എന്നൊക്കെയാണ്. വേർ ഇസ് ദാറ്റ് ഗ്ലോറി, വേർ ദാറ്റ് റെവറൻസ് നൗ. പിന്നീട് പോയിട്ട് വളരെ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ആ ഗ്ലോറിയൊക്കെ എവിടെ പോയി, ആ റെസ്പെക്റ്റൊക്കെ എവിടേക്ക് പോയി എന്ന് വളരെ സങ്കടത്തോടെ ചോദിക്കുകയാണ്. ദൈ ഈഗിൾ പിനിയൻ ഇസ് ചെയിൻ ഡൗൺ അറ്റ് ലാസ്റ്റ്. ഇപ്പോൾ ആ ഈഗിളിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയിനിലാക്കിയിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഇന്ത്യ വൺസ് ഫ്രീ ആയിരുന്നു, പവർഫുൾ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഫോറിൻ റൂളിൻ്റെ ഒക്കെ കൺട്രോളിലാണ്. അതിൻ്റെ ഇൻഡിപെൻഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ ലൈനിലൂടെ പോയിട്ട് പറയുന്നത്. ആൻഡ് ഗ്രോവലിംഗ് ഇൻ ദ ലോലി ഡസ്റ്റ് ആർ ദൗ. ഇവിടെ ഈഗിൾ എന്ന് സിംബലൈസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യനാണ്. നല്ല ഹൈയിൽ പറക്കുന്നതിന് പകരം ഇന്ത്യൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഡസ്റ്റിലാണ്, അതായത് ലോലാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഡിഫീറ്റഡ് ആണ്, ഹ്യൂമിലിയേറ്റഡ് ആണ് ആൻഡ് എൻസ്ലേവ്ഡ് ആണ്. ദൈ മിനിസ്ട്രൽ ഹാത്ത് നോ റീത്ത് ടു വീവ് ഫോർ ദീ, സേവ് ദ സാഡ് സ്റ്റോറി ഓഫ് ദൈ മിസറി. മിനിസ്ട്രൽ എന്ന് പറയുന്നത് സ്വന്തം നാടിൻ്റെ ഗ്ലോറി, കൾച്ചറിനൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് പ്രൈസ് ചെയ്ത് എഴുതുന്ന പോയറ്റിനെയാണ് മിനിസ്ട്രൽ എന്ന് പറയുന്നത്. പോയറ്റിന് ഇന്ത്യനെ പ്രൈസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എഴുതാനൊന്നുമില്ല, സെലിബ്രേറ്റ് ചെയ്യാൻ ഒന്നുമില്ല. ഇപ്പം ആകെ എഴുതാനുള്ളത് ഇന്ത്യൻ്റെ സഫറിങ്ങും മിസറിയും ഒക്കെയാണ്. വെൽ, ലെറ്റ് മീ ഡൈവ് ഇൻ ടു ദ ഡെപ്ത് ഓഫ് ടൈം. പിന്നീട് പോയിട്ട് തീരുമാനിക്കുന്നുണ്ട് ഇന്ത്യയുടെ ആ പാസ്റ്റ് ഗ്ലോറിയിലേക്കൊന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇമാജിൻ ചെയ്യാണ് അങ്ങനെ തിരിച്ചു പോകുന്നതൊക്കെ. ആൻഡ് ബ്രിങ് ഫ്രം ഔട്ട് ദ ഏജസ് ദാറ്റ് ഹാവ് റോൾഡ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അങ്ങനെ പാസ്റ്റിലേക്ക് പോയതിനു ശേഷം ഇങ്ങനത്തെ ഗ്ലോറിയസ് മൊമെൻറ്റ്സ് ഒക്കെ ഓർത്തെടുക്കണം എന്ന് പറയാണ്. എ ഫ്യൂ സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ദോസ് റെക്സ് സബ്ലൈം വിച്ച് ഹ്യൂമൻ ഐ മേ നെവർ മോർ ബിഹോൾഡ്. അദ്ദേഹത്തിന് പൂർണ്ണമായി റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പണ്ട് ഗ്ലോറിയസ് ആയിട്ടുള്ള, മജസ്റ്റിക് ആയിട്ടുള്ള ഒരു നാഷൻ്റെ ബ്രോക്കൺ പീസസ് മാത്രമേ അദ്ദേഹത്തിന് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ആ ഗ്ലോറിയസ് ഡേയ്സ് എല്ലാം മറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം ജീവിക്കുന്നവർക്കോ ഇനി ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്ന ആളുകൾക്കോ ആ പഴയ ഗ്ലോറി, ഇന്ത്യയുടെ ആ ഗ്ലോറി കാണാൻ പറ്റില്ല. അതെല്ലാം മൺമറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഇവിടെ പോയിട്ട് പറഞ്ഞു വെക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ ഒരു ഹിസ്റ്ററി ആയിട്ടുണ്ട്, ഒക്കെ ഓർമ്മകൾ മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ത്യക്ക് തൻ്റെ പഴയ പ്രതാപകാലമൊന്നും തിരിച്ചു വരില്ല. ആൻഡ് ലെറ്റ് ദ ഗാർഡൻ ഓഫ് മൈ ലേബർ ബി മൈ ഫാളൻ കൺട്രി, വൺ കൈൻഡ് വിഷ് ഫ്രം ദീ. അദ്ദേഹം നഷ്ടപ്പെട്ടു പോയ ഇന്ത്യൻ്റെ ഗ്ലോറിയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനെ പറ്റിയൊക്കെ പോയിട്രി എഴുതുന്നുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഈ എഫേർട്ടിനൊരു റിവാർഡായിട്ട് അദ്ദേഹത്തിന് വേണ്ടത് ഈ ഫാളനായിട്ടുള്ള ഈ നാഷൻ്റെ ഒരു ബ്ലെസ്സിങ് മാത്രം മതി. അദ്ദേഹത്തിന് ഫെയിമോ റെക്കഗ്നീഷനോ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ബ്ലെസ്സിങ് മാത്രം മതി എന്നാണ് പറയുന്നത്. ഈ പോയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പോയത്തിൻ്റെ സങ്കടമാണ്. പണ്ട് നല്ല ഗ്ലോറി ആയിരുന്ന ഒരു നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോൾ കൊളോണിയൽ റൂളിൻ്റെ അണ്ടറിൽ സപ്രസ്ഡ് ആണ്, ഗ്ലോറിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സങ്കടമാണ് ഇവിടെ പോയിട്ട് പറഞ്ഞു വെക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ പോയത്തിൻ്റെ സമ്മറി. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.